ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധ്യാനപീഠം എന്ന പ്രതിവാര വചനധ്യാന പരമ്പര ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. രോഗവും ദുഃഖവും കണ്ണുനീരും നിരാശയും നിറഞ്ഞ ഒരു രാത്രിക്ക് ശേഷം പ്രത്യക്ഷമായ ശുഭകരമായ പകൽ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത സമയത്തെ അല്പസമയത്തെ വചനചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലെ 3 വാക്യങ്ങളിൽ കാണുന്ന 3 പ്രധാന വാചകങ്ങൾ വളരെ ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തോടുള്ള മോശയുടെ ഉന്നതമായ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങളാണ് ഇവ 3. ദൈവം മുമ്പാകെ ഉന്നതമായ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തി അനേക ദൈവഭക്തന്മാരെക്കുറിച്ച് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ദൈവഭക്തനാണ് ദാവീദ്. തൻ്റെ ഉന്നതമായ 3 ആഗ്രഹങ്ങൾ 27 സങ്കീർത്തനം 4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3 അധ്യായം 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ തൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്നു. ലോക മനുഷ്യർ ഈ ലോകത്തിലെ മാന്യതയും ഭൗതികമായ മറ്റു പലതുമാണ് കൂടുതലായി ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ ഭൗതിക ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരാണ്. അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-19 വാക്യം. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തുഭക്തൻ്റെ ആഗ്രഹവും നോട്ടവും ചിന്തയുമെല്ലാം ഉയരത്തിൽ നിന്നുള്ളതാകണം. അവർ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരല്ല, അതിനപ്പുറമുള്ള തികച്ചും ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. ഇനി നമുക്ക് ധ്യാന ഭാഗത്തേക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 33-13 വാക്യത്തിൽ മോശയുടെ ഒന്നാമത്തെ ആഗ്രഹം കാണുവാൻ കഴിയും. നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നാണത്. ഇതുവരെ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് വഴി അറിയില്ലേ? വഴി അറിയാതെയാണോ ഇതുവരെ ഈ വലിയ ജനസമൂഹത്തെ നടത്തിയത് എന്ന ചിന്ത ഒരുപക്ഷെ നമുക്കുണ്ടാകാം. എന്നാൽ നിശ്ചയമായും ദൈവവിളി കേട്ടും വ്യക്തമായ ദൈവിക ഉദ്ദേശത്തോടും ആലോചനയോടും നടത്തിപ്പോടും കൂടിയാണ് താൻ ഇതുവരെ നടന്നതും ഈ വലിയ ജനസമൂഹത്തെ നയിച്ചതും. എന്നാൽ ജീവിതത്തിൽ ചില പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ ഇതുവരെ നേടിയ തഴക്കമോ പരിചയമോ അനുഭവ സമ്പത്തോ പഴയ അറിവുകളോ കൊണ്ട് മാത്രം പ്രതിസന്ധികളെ മറികടക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതിന് തീർച്ചയായും ദൈവിക ആലോചനയും വഴിയും അറിയേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 32:8 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നാണ്. ഒരു ഭക്തന് ഇതിൽ പരം ആശ്വാസകരമായ വേറെ എന്താണ് വേണ്ടത്? ഓരോ ദിവസവും നാം നടക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരും. ദൈവം തെളിച്ചു തരുന്ന വഴിയിലൂടെ നാം നടക്കണം. യോശുവയോട് ദൈവം പറഞ്ഞത് ദൈവവഴി വിട്ട് അഥവാ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാണ്. യോശുവയുടെ പുസ്തകം 1 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. ലോകം കാണിച്ചു തരുന്ന വഴികളൊക്കെയും നിരാശയുടെയും നാശത്തിൻ്റെയും വഴികളാണ്. എന്നാൽ ദൈവം ഒരുക്കുന്ന വഴികൾ തികവുള്ളതും ചൊവ്വുള്ളതുമാണ്. പ്രിയപ്പെട്ടവരെ, വഴി നീട്ടിയിട്ടുണ്ടെങ്കിൽ, വഴിയിൽ എവിടെയെങ്കിലും ഇടറിയിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ മോശയുടെ ആഗ്രഹവും താല്പര്യവും 33 അധ്യായം 12 വാക്യത്തിൽ നാം കാണുന്നു: ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവം മോശയെ അടുത്തറിഞ്ഞതാണ്. നീണ്ട വർഷത്തെ അനുഭവങ്ങളിലൂടെയും യാത്രകളിലൂടെയും മോശയും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇത് പോരാ എന്ന തോന്നൽ തന്നിൽ ഉണ്ടാകുന്നു. അറിയുന്നതും അടുത്ത് അറിയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇനിയും എനിക്ക് നിന്നെ അറിയണം. കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും അനുഭവിച്ച് അറിയണം. പോരാ, രുചിച്ച് അറിയണം. ദൈവത്തെയും അവൻ്റെ കരുതലിനെയും അവന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങളെയും എത്ര അറിഞ്ഞാലും അത് അധികമാകില്ല. കൂടുതൽ കൂടുതൽ അവനെ അറിയുവാനായി നാം ശ്രമിക്കണം. അതാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മൂന്നാമത്തെ തൻ്റെ ആഗ്രഹം: നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. 33 അധ്യായം 14 വാക്യം. ആരും എന്നോടൊപ്പം വന്നില്ലെങ്കിലും നീ മാത്രം മതി ദൈവമേ എനിക്ക്. നിന്റെ സാന്നിധ്യം മതി എനിക്ക്. ദൈവസാന്നിധ്യം വിട്ട് അകലുന്നവർ ഭൂമിയിൽ ഒരു സ്വസ്ഥതയുമില്ലാതെ ഉഴലുന്നവനാണെന്ന് കായീൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് 2 തീമോഥെയോസ് 4:16-17 വാക്യങ്ങളിൽ പറയുന്നത്: ആരുടെയും സഹായമോ കരുതലോ ഒന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവ് എനിക്ക് തുണ നിന്നു തൻ്റെ ശുശ്രൂഷ തികച്ചു എന്നാണ്.
പ്രിയ ദൈവജനമേ, ഏറ്റവും അടുത്ത സ്നേഹിതൻ മാറും, ബന്ധുമിത്രാദികൾ മാറിപ്പോകും, ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചെന്നു വരും. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ചെറിയ ചിന്തകളാൽ ഈ പ്രഭാത ധന്യമാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.